ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളി നത്തോലി അച്ചാറാണ്. അപ്പോഴേ നമ്മളിന്ന് നെത്തോലി അച്ചാർ കുറേ നാളായി നെത്തോലി അച്ചാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയ്ക്കും നടന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് നെത്തോലി അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിൽ കണക്കൊന്നും എനിക്ക് പറഞ്ഞു തരാമെന്ന് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണ് ചേർക്കണേന്നല്ല, എത്ര അളവിനൊന്നും. ഞാൻ ഇട്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഓയിലും കൂടെ വീറ്റിയതാണ്. മീനിലിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയത്, മീനിൽ പുരട്ടിയെടുക്കാൻ. അങ്ങനെയാണ് ഞാൻ എടുക്കണം. നിങ്ങളെ ഇഷ്ടത്തിന് അരപ്പുകളൊക്കെ കൂട്ടിയൊക്കെ എടുക്കാം. ഈ മുളക് പൊടി ഇത് മാത്രം മതി, അതാണ് നല്ല ടേസ്റ്റ്. പൊരിച്ച് നല്ലെണ്ണയിൽ തന്നെ പൊരിക്കണം. നല്ലെണ്ണയിൽ പൊരിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് നീളത്തിന് അരിഞ്ഞത്, ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞത്, അത് ഇത്രയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട്, പിന്നെ സാധാരണ നമ്മൾ മീൻ പൊരിക്കും പോലെ നല്ലെണ്ണ വീറ്റി, നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലാണ്, ഇതിപ്പോൾ നല്ലെണ്ണ വീറ്റി മീൻ നല്ലോണം വറുത്തെടുക്കണം. നല്ല മുരിഞ്ഞ് വരുവോളം നല്ല രീതിയിലിട്ട് വറുത്ത് കോരിയെടുക്കണം. കുറേശ്ശെ ഇട്ട് മീനിനെ ചെറിയ തീയിലിട്ട് വറുത്ത് നല്ല ഇതായിട്ട് വറുത്ത് കോരിയാൽ നല്ല മുരിഞ്ഞ് കിട്ടും. എന്നിട്ട് പിന്നെ വേറൊന്നുമില്ല, പിന്നെ ഒരു ചട്ടിയിൽ ഉലുവയും കടുകും നല്ലോണം വറുത്തിട്ട് അതിനെ പൊടിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് അതിനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ചട്ടിയിൽ നല്ലെണ്ണ വീത്തിയിട്ട് കുറച്ച് കടുകും ഇട്ട്, പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് വെച്ചതും പിന്നെ അതിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും ഇട്ട് ചെറിയ ഉള്ളിയും കുറച്ചിട്ട് അതും കൂടെ നല്ലോണമായിട്ട് വഴറ്റിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല മൂത്ത് വഴണ്ട് വരണം. നല്ല അടിപൊളിയായിട്ട് മൂത്ത് വഴണ്ട് വന്നാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വേണം അതിൽ അതിൻ്റെ പൊടികൾ ചേർക്കാൻ. ഇനി ഇതിലോട്ട് ഞാൻ കുറേശ്ശെ മുളക് പൊടിയൊക്കെ ചേർക്കണമല്ലോ കേട്ടോ. കുറച്ച് കാശ്മീരി മുളക് പൊടിയില്ല, സാധാ മുളക് പൊടിയാണ് ഇട്ടത്. അപ്പം നല്ല കുറച്ച് ചേർത്താൽ മതി, എരിവ് കൂടിപ്പോവും. ഇവിടെ കുഞ്ഞുമക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് നമ്മൾ എരിവ് തോനെ ചേർക്കില്ല. എന്നിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് അതിൻ്റെ മണം പോകുമ്പം, പച്ച ഒരു മണം ഉണ്ടല്ലോ, മണം പോകുമ്പോൾ കരിവേപ്പില ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇളക്കി നല്ലോണം ഇതാക്കിയിട്ട് അതിലാണ് നമ്മൾ വിനാഗിരിയും വീറ്റി തിളപ്പിക്കും. ഇത് പറഞ്ഞില്ല അല്ലേ, ഇതാണ് നമ്മളെ കടുക് ഉലുവയും കൂടെ നേരത്തെ വറുത്ത് പൊടിച്ചതാണ്. അത് ഇച്ചിരി ഒന്ന് കൂടിപ്പോയി കേട്ടോ, അത്ര ഇടണ്ടായിരുന്നു. എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിനാഗിരിയൊക്കെ വീറ്റി അതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിൽ തട്ടി നല്ല സെറ്റ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 2 ദിവസം ഇന്ന് ശരിയാക്കി വെച്ചിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നല്ല രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ, പക്ഷേ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ അത്. ഞാൻ വിചാരിച്ചു യൂട്യൂബിലൊന്നും ആരും ഇട്ടിട്ടുണ്ടാവില്ല, നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളെ വീഡിയോ ഇത്ര തന്നെ എന്ന് വിചാരിക്കും. ഓരോ ചെറിയ വീഡിയോകൾ ഇടുന്നതൊന്നും ശരിയായിരിക്കും നടക്കുന്നില്ല. എനിക്ക് ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അതാണ് കുഴപ്പം.